ഇന്നത്തെ വീഡിയോ നമ്മുടെ കൈകളിലും കാലുകളിലും വരുന്ന ആണിരോഗങ്ങളും തഴമ്പുകളും ഈസിയായി മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു ഹോം റെമഡിയാണ്. സാധാരണയായി ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടുവന്നിരുന്നത് നമ്മൾ മലിനമായ സ്ഥലത്ത് ചെരുപ്പില്ലാതെ നടക്കുന്നവരിലായിരുന്നു. മലിനമായ സ്ഥലത്തൊന്നുമല്ലാതെ നമ്മുടെ വീടിനുള്ളിൽ വിരിച്ച മാർബിളിലും ടൈലിലും ചെരുപ്പില്ലാതെ നടക്കുന്നവരിലും ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ധാരാളം കണ്ടുവരുന്നുണ്ട്. 15 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ കാൽവിരലിലും ഇതൊരെണ്ണം വന്നിരുന്നു. അന്ന് ഞാൻ വേദന സഹിക്കാൻ പറ്റാതെ ഡോക്ടറെയാണ് കാണിച്ചത്. അന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് മരുന്ന് വെച്ച് മാറ്റിയാലും ഇത് വീണ്ടും വരും, അതുകൊണ്ട് നമുക്കിത് 2 ദിവസം കഴിഞ്ഞ് എടുത്ത് കളയാമെന്നാണ്. അന്ന് ഞാൻ ചെയ്തൊരു ഹോം റെമഡിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എനിക്കിത് അന്ന് 2 ആഴ്ച കൊണ്ട് തന്നെ പൂർണ്ണമായി മാറിക്കിട്ടി. പിന്നെ ഇതുവരെ എൻ്റെ കാലിൽ ഈ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി നമുക്കിതൊന്ന് കണ്ടു നോക്കാം. ഇത് കൈകളിലാണെങ്കിലും കാലുകളിലാണെങ്കിലും നമുക്ക് സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ പ്യൂമിക് സ്റ്റോൺ ഉപയോഗിച്ച് നന്നായി ഉരച്ച് കഴുകി തുടച്ചെടുക്കണം. ഒട്ടും നനവില്ലാതെ തുടച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലുള്ള കട്ടിയേറിയ സ്കിന്നെല്ലാം ബ്ലഡ് വരാത്ത വിധമൊന്ന് മുറിച്ചു മാറ്റണം. ഇനി ഇതിനു വേണ്ടത് 2-3 ടേബിൾ സ്പൂൺ തൈരാണ്. ഇനി ഈ തൈരിലേക്ക് ചേർക്കാൻ വേണ്ടി നമുക്ക് ഇന്ദുപ്പ് വേണം. ഇന്ദുപ്പില്ലെങ്കിൽ നമ്മുടെ സാധാ ഉപ്പ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ് തൈരിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇന്ദുപ്പ് പൊടിച്ചെടുത്തതാണ്. സൂപ്പർ മാർക്കറ്റുകളിൽ ഹിമാലയൻ സാൾട്ട് എന്ന പേരിൽ നമ്മൾ വാങ്ങിക്കുന്ന സാൾട്ട് തന്നെയാണ് ആയുർവേദ കടകളിൽ ഇന്ദുപ്പി എന്ന പേരിൽ നമുക്ക് കിട്ടുന്നത്. ഇപ്പം ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി ഈ തൈര് ഉപയോഗിച്ച് നിങ്ങളുടെ കൈകളിലാണോ കാലുകളിലാണോ പ്രശ്നമുള്ളതെങ്കിൽ അവിടെ 15 മിനിറ്റ് നന്നായി മസാജ് ചെയ്യണം. ഇങ്ങനെ തൈര് ഉപയോഗിച്ച് നമ്മൾ മസാജ് ചെയ്തെടുക്കുമ്പോൾ തൈരിൻ്റെ പുളി തട്ടി പ്രശ്നമുള്ള ഭാഗങ്ങളൊക്കെ വേഗത്തിൽ ക്ലീനായി കിട്ടുകയും ചെയ്യും. നമ്മുടെ സ്കിന്നെല്ലാം നന്നായി സോഫ്റ്റായി വരികയും ചെയ്യും. പതിനഞ്ച് മിനിറ്റിന് ശേഷം നന്നായി കഴുകി തുടച്ചെടുക്കണം. ഇനി ഇതിന് വേണ്ടത് ലെമണാണ്. ലെമൺ നമുക്ക് റൗണ്ട് പീസുകളായിട്ടൊന്ന് മുറിച്ചെടുക്കണം. നമ്മുടെ കൈകളിലും കാലുകളിലും കൂടുതൽ സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് ലെമൺ പീസുകളും കൂടുതൽ മുറിച്ചെടുക്കണം. എന്നിട്ട് ലെമൺ പീസിൽ അല്പം ഉപ്പ് ചേർത്ത് എവിടെയൊക്കെ പ്രശ്നമുണ്ടോ അവിടെയൊക്കെ ലെമൺ പീസുകൾ വെച്ച് നന്നായി ഒരു ടാപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് അതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ച് നന്നായി കെട്ടി വെക്കണം. ഇങ്ങനെ 2 ആഴ്ച ചെയ്താൽ ഇത് പൂർണ്ണമായി മാറിക്കിട്ടും. എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഇനി ഇത് മാറിക്കഴിഞ്ഞാലും വീക്കിൽ തൈര് വെച്ച് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. തൈര് വെച്ച് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നെല്ലാം നല്ല സോഫ്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് ഇത് വീണ്ടും വരാതിരിക്കാൻ നമ്മളെ സഹായിക്കും. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.